എല്ലാവർക്കും നമസ്കാരം. ഇവിടെ അധ്യക്ഷ പ്രസംഗം നടത്തിയ എന്റെ അധ്യക്ഷൻ എന്റെ പ്രിയ സുഹൃത്ത് കൂടിയായിട്ടുള്ള 19ാം വാർഡിലെ ജനപ്രതിനിധിയായിട്ടുള്ള ശ്രീ ജയേഷ്, അതുപോലെ തന്നെ ഇവിടെ വളരെ കാര്യമാത്രമായ പ്രസംഗം നടത്തി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട ശ്രീ സന്തോഷ് ഭദ്രൻ RSP ജില്ലാ കമ്മിറ്റി അംഗം, ഇവിടെ ആദരവേറ്റുവാകുന്ന നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട നാടൻപാട്ട് കലാകാരൻ ശ്രീ അജിത്ത്, ആശംസകൾ അർപ്പിക്കുന്ന ശ്രീ നന്ദി അർപ്പിക്കുന്ന ബാബുക്ക്, ഈ വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, ഇവിടെ +2 SSLC പരീക്ഷകളിൽ ഉന്നത വിജയം നേടി ആദരവ് ഏറ്റുവാങ്ങാൻ എത്തിയിട്ടുള്ള പ്രിയ വിദ്യാർത്ഥികളെ എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ അധ്യക്ഷൻ ഇവിടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയതിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ സാറുമായിട്ട് മുമ്പും സംസാരിച്ചു. സത്യം പറഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. കാര്യം മാനുഷികതയാണ് ഏറ്റവും വലിയ പ്രവൃത്തി, ഏറ്റവും നല്ല പ്രവൃത്തി. അപ്പൊ ആ വാക്കിന് ജീവൻ നൽകുന്ന ഒരു വേദിയാണിത്. എത്ര ആൾ കൂടി എന്നുള്ളതല്ല, ഈ വേദിയിൽ നിൽക്കുമ്പോൾ അകം നിറഞ്ഞ സംതൃപ്തിയുണ്ട്. ആദ്യമായിട്ട് ഇതുപോലെ ആദ്യമായിട്ട് ഇതുപോലെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച പറക്കുളം കൂട്ടായ്മയെയും അതിന്റെ അകത്ത് പ്രവർത്തിക്കുന്ന സുമനസ്സുകളെയും അഭിനന്ദിക്കുകയാണ്. അവർക്ക് എല്ലാവിധ പ്രാർത്ഥനകളും അർപ്പിക്കുകയാണ്. കാരണം ഞങ്ങളുടെ അധ്യക്ഷൻ തന്നെ പറഞ്ഞതുപോലെ ഈ സമൂഹത്തിൽ നമ്മൾ ഒറ്റയ്ക്കല്ല. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് രോഗങ്ങളാണ് മനുഷ്യരെ ഏറ്റവും കൂടുതൽ പിടികൂടിയിരിക്കുന്നത്. മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്യുന്നത് അസുഖങ്ങളുമായിട്ടാണ്. നമ്മുടെ കയ്യിൽ നിൽക്കില്ല. അപ്പൊ നമ്മളെല്ലാം സാധാരണക്കാരാണ്. അങ്ങനെ ഉള്ളപ്പോൾ നമ്മളെല്ലാവരും ഒറ്റയ്ക്കല്ല, നമ്മളെല്ലാവരും ഒന്നാണ്. എല്ലാവരും നമ്മളെ കൂടെ ഉണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാക്കാൻ, ഒരു ആശ്വാസത്തിന്റെ ഒരു തോന്നൽ ഉണ്ടാക്കാൻ ഇത്തരം കൂട്ടായ്മകളിലൂടെ കഴിയുന്നുണ്ട്. അത് ഈ നിമിഷത്തിൽ നമ്മൾ പരസ്പരം അനുഭവിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കത് ഇന്നത്തെ സങ്കീർണമായ ജീവിത സാഹചര്യങ്ങൾ സമൂഹത്തിൽ ഇതുപോലുള്ള കൂട്ടായ്മകൾ അത്യാവശ്യമാണ്. നമ്മുടെ ഈ പ്രദേശത്തൊക്കെ സാധാരണക്കാരാണ് കൂടുതലുള്ളത്. അപ്പൊ നമുക്കൊരു പ്രശ്നം വന്നപ്പോൾ നമുക്ക് ഓടിച്ചെല്ലാൻ ആശ്വാസത്തിന്റെ തുരുത്തായി, പ്രതീക്ഷയുടെ തുരുത്തായി നമുക്ക് കാണാൻ കഴിയുന്നത് ഇതുപോലുള്ള കൂട്ടായ്മകളാണ്. ഇനിയും ഈ കൂട്ടായ്മയ്ക്ക് വലിയ വളർച്ച ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കാരണം സമൂഹത്തിന്റെ മനുഷ്യരുടെ നേരുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അവരെ ചേർത്ത് നിർത്താൻ കഴിയുന്നത് ഇത്തരം കൂട്ടായ്മകൾക്കാണ്. ഇത് രൂപീകരിച്ചവരെ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. കാരണം അവരുടെ പേഴ്സണൽ അച്ചീവ്മെന്റിന് വേണ്ടിയിട്ടുള്ള സമയം, അവരുടെ കുടുംബത്തോട് ചെലവഴിക്കേണ്ട സമയം ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇതിനു വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് നമ്മൾ നമിക്കേണ്ട ഒരു കാര്യമാണ്. അത്തരത്തിൽ എല്ലാ മനുഷ്യരെയും ആ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇത് എല്ലാവർക്കും ആശ്വാസം നൽകുന്ന കാരുണ്യ പ്രവർത്തനങ്ങളുടെയും അതുപോലെ തന്നെ പുതുതലമുറയ്ക്ക് പ്രചോദനം നൽകുന്ന, പ്രതിഭകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വലിയ കൂട്ടായ്മയുടെ വടവൃക്ഷമായി വളരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നിർത്താം. ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ടതുണ്ട്. അതുപോലെ ഇവിടെ ഒരു കലാകാരനെ ആദരിക്കുന്നുണ്ട്. ഒരു ചെറിയ കലാകാരൻ എന്നുള്ള നിലയിൽ എനിക്കത് മനസ്സിലാവും. കാര്യം കലാകാരന്മാർക്ക് ഇതുപോലുള്ള വേദികൾ എന്ന് പറയുന്നത് പ്രചോദനത്തിന്റെ ഇന്ധനമാണ്. വലിയ പ്രചോദനങ്ങളാണ് നൽകുന്നത്. കാരണം ഇപ്പൊ ഇത്രയും കുട്ടികൾ ഇവിടെ വന്നിരിക്കുകയാണ്. ഒരു 10 പേരുണ്ടെങ്കിൽ സത്യത്തിൽ 8 പേരും ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ പറ്റും. ഒരു കൊച്ചു കുട്ടിയുടെ സ്റ്റേജിൽ പാട്ട് പാടിയാൽ ജസ്റ്റ് ഒന്ന് കൈതട്ടി പ്രോത്സാഹിപ്പിക്കാൻ മടിയുള്ളവരാണ്. അത് ഉള്ളുകൊണ്ട്, പക്ഷെ മെനക്കെടാൻ വയ്യ. പക്ഷെ ആ ചെറിയൊരു കൈതട്ട് എന്ന് പറയുന്ന ആ കുട്ടിക്ക് റോക്കറ്റ് വേദയിൽ കുതിക്കാനുള്ള ഊർജം പകരും. അത് കലാകാരനെ ആദരിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും ആ കലാകാരനെ നമുക്ക് വലിയൊരു കൈയ്യടി കൊടുക്കാം. അതുപോലെ തന്നെ SSLC +2 മാറിയിരിക്കുകയാണ്. അല്ലെ, ആരൊക്കെയാണ് വന്നിരിക്കുന്നത്? കൈവെക്കാനോ മക്കളെ എന്ന് കാണാൻ വേണ്ടിയിട്ടാ. കുറച്ചു പേരുകളാണ് കൈവെക്കാൻ തന്നെ മടിയുണ്ട്. ഈ മക്കൾക്ക് വലിയൊരു കൈയ്യടി കൊടുക്കണം. കാരണം അവരുടെ അധ്വാനത്തിന്റെ വിജയമാണ് ഈ വേദി എന്ന് പറയുന്നത്. ഒരു കുട്ടിയുടെയും വിജയം എന്ന് പറയുന്നത് ഈസി ആയിട്ട് കിട്ടുന്ന ഒന്നല്ല. കഠിനാധ്വാനം ചെയ്ത് നേടുന്നതാണ്. കൈയെത്തിപ്പിടിച്ച് ഇങ്ങനെ എടുക്കാൻ പറ്റുന്നതല്ല. നിങ്ങൾ ഇവിടെ ഒരു ആദരവ് ഏറ്റുവാങ്ങുന്നതിലൂടെ നിങ്ങളെ ഇതിന് പ്രാപ്തരാക്കിയ അധ്യാപകരെ കൂടിയാണ് ഈ വേദിയിൽ പരോക്ഷമായി ആദരിക്കപ്പെടുന്നത്. അതുപോലെ നിങ്ങളെ രക്ഷിതാക്കൾ, നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടവർ,
നിങ്ങൾ 4 മണിക്കും 5 മണിക്കും പഠിക്കാൻ വേണ്ടിയിട്ട് അലാറം പിടിച്ചു കഴിഞ്ഞാൽ ചാടി എഴുന്നേറ്റു. ആ ചാടി എഴുന്നേറ്റപ്പോഴോ നിങ്ങൾ അത് ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിന്റെ സിനിമയാണ്. 15ഓളം ഇന്റർനാഷണൽ ഫിലിം അവാർഡ് അതിന് കുട്ടികൾക്കുള്ള ചിത്രത്തിനുള്ള അവാർഡ് കിട്ടി. കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിയാണ് അത് ഉദ്ഘാടനം CD റിലീസ് ചെയ്തത്. തിയേറ്ററിലൊക്കെ കാണിച്ചിരുന്നു, യൂട്യൂബിൽ കിട്ടും. അതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ കുട്ടികൾ അവരുടെ പഠനത്തിന്റെ നാൾ വഴികളിൽ വെച്ച് എവിടെയാണ് വഴിതെറ്റി പോകുന്നത് എന്ന് കണ്ടുപിടിക്കാനാണ് പ്രയാസം. അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും കുട്ടികൾക്ക് തന്നെ അറിയത്തില്ല. കാരണം നമ്മുടെ ചുറ്റും എന്ന് പറയുന്നത് സമ്മർദ്ദമാണ്. കുട്ടികൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഇവിടുത്തെ പ്രശ്നം സമ്മർദ്ദമാണ്. സമ്മർദ്ദത്തെ അതിജീവിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഒരു കുട്ടി പുറത്തേക്ക് ഇറങ്ങി എന്താണ് ശരി ഏതാണ് തെറ്റേതാണ് ഒരു മുട്ടായി പോലും വാങ്ങി കഴിക്കാൻ കഴിയില്ല. ഇപ്പൊ മദ്യവും മയക്കുമരുന്നിലേക്ക് പിടിയിൽപ്പെട്ട് അതിലുപരി അതിനെക്കാട്ടി ഭയങ്കര വിഷമാണ് സോഷ്യൽ മീഡിയ വഴിയുള്ള ചതിക്കുഴികൾ. നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല. അത്തരം മാർഗങ്ങളിലേക്കൊക്കെ നമ്മൾ പോകാതിരിക്കണമെങ്കിൽ ഒരു സെൽഫ് ഡിഫൻസീവ് മെക്കാനിസം നമ്മൾ കൊണ്ടു നടക്കണം. ഒറ്റ കാര്യം നമ്മൾ ചെയ്താൽ മതി. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ഒരു വിധത്തിലുള്ള സമ്മർദ്ദ ശക്തികൾക്കും വഴങ്ങില്ല എന്നൊരു പ്രതിജ്ഞ എടുത്താൽ മതി. ഒരാളോ നമ്മൾ ഒരു കാര്യത്തിൽ നിർബന്ധിച്ച് നമ്മൾ കേൾക്കരുത്. നമ്മുടെ തീരുമാനമായിരിക്കണം. നിങ്ങൾ അങ്ങോട്ട് ഇപ്പൊ 10ാം ക്ലാസ് പ്ലസ് 2 ഒക്കെ കഴിഞ്ഞ് കോളേജിലോട്ടൊക്കെ പോകുമ്പോൾ ഇവിടെ നിന്ന് എന്തെല്ലാം സമ്മർദ്ദങ്ങളാണെന്ന് നമുക്ക് അറിയാൻ പറ്റുമോ? ഞാൻ പരാജയപ്പെടുത്തും ആരെ? സമ്മർദ്ദങ്ങളെ അല്ലെ? ഐ വിൽ ഡിഫീറ്റ് ആൾ ദ എനിമീസ് ഓഫ് പ്രഷർ അറൗണ്ട് മീ. എന്റെ ചുറ്റുമുള്ള എല്ലാ സമ്മർദ്ദ ശത്രുക്കളെയും ഞാൻ പരാജയപ്പെടുത്തും പ്രതിജ്ഞ എടുത്താൽ മതി. ഇത് നേരത്തെ ഇവിടെ ഭദ്രസാറ് സൂചിപ്പിച്ച വാല്യുബിൾ ആയിട്ടുള്ളൊരു പോയിന്റ് ഉണ്ട് അല്ലെ? വിജയിക്കുന്നവനെ മാത്രം നമ്മൾ കൈയടിച്ചു കൊടുക്കുന്നു. മാർക്ക് ഷീറ്റിലെ A+ അല്ല പ്രധാനം. അതിനുപരി ജീവിതത്തിലും കൂടെ നമുക്ക് A+ നേടണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പ്രതിജ്ഞ എടുക്കണം. ജീവിതത്തിന്റെ ഗ്രാമർ വേറെയാണ്. ജീവിതത്തിൽ നമുക്ക് എന്ത് ചെയ്യണം? A+ കിട്ടണം. അദ്ദേഹം തന്നെ പറഞ്ഞ പോയിന്റുകൾ പറയുകയാണെങ്കിൽ നമുക്ക് നോബിൾ ഫീലിങ്സ് ഉണ്ടാകണം. മറ്റുള്ളവരോട് സ്നേഹം, സഹാനുഭൂതി, അനുകമ്പ. ആ അനുകമ്പയൊക്കെ ഉള്ളവരാണ് ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. നിങ്ങൾക്ക് സാമൂഹിക പ്രതിബദ്ധതയുള്ള പൗരന്മാരായി വളർന്നു വന്ന് നാളെ ഇതുപോലെ സമൂഹത്തിന് വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഈ നോബൽ ഫീലിങ്സ് നമ്മൾ കൈവിടാതെ സൂക്ഷിക്കണം. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴതുണ്ട്, ആ സ്നിഗ്ധതയുണ്ട്, നൈർമല്യമുണ്ട്, എല്ലാം ഉണ്ട്. അത് കൈവിടാതെ സൂക്ഷിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുലർന്നാലും മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൽ വിശുദ്ധിയും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും ഇത്തിരി കൊന്നപ്പൂവും. എല്ലാ മക്കൾക്കും അവാർഡ് വാങ്ങാൻ വന്നിരിക്കുന്ന എല്ലാ മക്കൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസ അർപ്പിക്കുകയാണ്. ഒരു പോയിന്റ് പറയാനുണ്ട്. ഈ ക്ലബില് നല്ല മനസ്സുള്ളവരാണ് പ്രവർത്തിക്കുന്നത്. ദേശ് എന്റെ പ്രിയ സുഹൃത്താണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നല്ലൊരു പൊതുപ്രവർത്തകനാണ് അദ്ദേഹം. എപ്പോഴും ചിരിച്ച മുഖമാണ്. ആർക്കും എപ്പോഴും ചെന്ന് പറയാൻ പറ്റുന്ന നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ കാര്യങ്ങളിലേക്കും കണ്ണോടിച്ചുകൊണ്ട് ഇപ്പൊ തന്നെ അദ്ദേഹം വാട്സപ്പ് കൂട്ടാതെ ഞാൻ ശ്രദ്ധിച്ചു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അല്ലെ? അദ്ദേഹം ഒരു സൂക്ഷ്മ പരിശീലനം വെച്ചിട്ട് എല്ലാ കാര്യങ്ങളിലേക്കും കണ്ണോടിച്ചുകൊണ്ട് അറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രവർത്തകനാണ്. ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ജനപ്രതിനിധി എന്ന് പറയുന്നത് ഒരു അലങ്കാരമല്ല, അതൊരു പദവിയല്ല, അത് വലിയൊരു ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള മനസ്സ് അദ്ദേഹത്തിനുണ്ട്. എന്നെ ഈ ചടങ്ങിലേക്ക് വിളിച്ച അദ്ദേഹത്തിനും അതുപോലെ തന്നെ ഈ സംഘടനയിലെ എല്ലാവരെയും എനിക്ക് മുഖപരിചയമുള്ളവരാണ്. സാറിനൊക്കെ അറിയാം. ഒരു നന്മയുടെ വേദി എന്ന് പറയുന്നത് ഇവിടെ മിക്കുമ്പോൾ ഒരു കുളിർമയുണ്ട് സത്യത്തില് അല്ലെ? ആരും തന്നെ പൊള്ളയായ അർത്ഥശൂന്യമായ വാക്കുകളൊന്നും പറയുന്നില്ല. അപ്പൊ നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ പ്രശ്നങ്ങളിലേക്കും കണ്ണോടിച്ചുകൊണ്ട് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ചികിത്സാ സഹായം, പഠനോപകരണ വിതരണം, കുഞ്ഞുങ്ങൾക്കുള്ള കസേര, ട്രോഫി, ഇതെല്ലാം അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണിത്. ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.